കേരള വാട്ടർ അതോറിറ്റി ലാബ് അസിസ്റ്റന്റിന്റെ വെക്ടർ എന്ന് പറയുന്നതിൽ നമ്മൾ രണ്ടാമത്തെ പാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർട്ട് 1 ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ബാക്കിയാണ് ഇന്ന് പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ആ ചാപ്റ്റർ എടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയതിന്റെ ബാക്കിയാണ് സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി വെക്ടറിൽ സ്കേലാറും അതുപോലെ വെക്ടറും നമ്മൾ പഠിച്ചു. അതിൽ സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പൊ സ്കേലാറിനെ പറയുന്ന ഇങ്ങനൊരു പേരാണ് ഡോട്ട് പ്രൊഡക്റ്റ്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യത്തെ സെക്ഷനിൽ പഠിക്കുന്നത്. സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സിന്റെ സ്കേലാർ അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി. ഇങ്ങനെയാണ് നമ്മൾ രണ്ട് വെക്ടർ തന്നു കഴിഞ്ഞാൽ ആ രണ്ട് വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി as equal to magnitude of vector A into magnitude of vector B into cos theta. cos theta എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ഇപ്പൊ നമ്മൾ രണ്ട് വെക്ടർ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു വെക്ടർ, ഈ വെക്ടറിനെ നമ്മൾ വെക്ടർ എ എന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇത് വേറൊരു വെക്ടർ ആണ്, ഈ വെക്ടർ നമ്മുടെ വെക്ടർ ബി ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് വെക്ടറിന്റെയും ഇടയിലുള്ള ആംഗിൾ ആണ് തീറ്റ എന്നതുകൊണ്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ്, ഡോട്ട് പ്രൊഡക്റ്റ്, സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്ന രണ്ട് വെക്ടേഴ്സിന്റെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി is equal to magnitude of vector A into magnitude of vector B into cos theta. ഇതാണ് നമ്മുടെ ഫോർമുല. ഇനി നമ്മൾ ഇതിൽ കുറച്ച് പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കണം. അതായത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0. അത് ഏത് കേസിലാണ് 0 ആവുന്നത്? തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി. തീറ്റ 90 ഡിഗ്രി ആകണ സമയത്ത് കോസ് തീറ്റയുടെ വാല്യൂ 90 ആയതുകൊണ്ട് കോസ് 90 ഡിഗ്രി എന്നാവും. കോസ് 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമ്മുടെ ആ വാല്യൂ മൊത്തത്തിൽ എന്തായി പോവും? 0 ആവും. വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ആയി വരുമ്പോഴാണ് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവുന്നത്. അപ്പൊ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0. അത് ഏത് കേസിലാണ്? വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വരുമ്പോൾ മാത്രം. ഇനി രണ്ടാമത്തെ പറയണത് ഇഫ് തീറ്റ ഈക്വൽ ടു 0, തീറ്റയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ തീറ്റ 0 ആകുമ്പോൾ കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ കോസ് തീറ്റയുടെ സ്ഥാനത്ത് നമ്മൾ 1 എന്ന് കൊടുത്താൽ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടും? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എന്ന് കിട്ടും. ഇനി തേർഡ് പോയിന്റ്, തീറ്റയുടെ വാല്യൂ പൈ ആയി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആദ്യം നമ്മൾ 90 ഡിഗ്രി എടുത്തു, പിന്നെ തീറ്റ 0 ഡിഗ്രി വെച്ച് നമ്മൾ ചെയ്തു. അടുത്ത തീറ്റയുടെ വാല്യൂ പൈ ആണെന്നുണ്ടെങ്കിൽ തീറ്റ ഈക്വൽ ടു പൈ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും കോസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ് പൈ. പൈന്റെ വാല്യൂ 180 ഡിഗ്രി ആണ്. അപ്പൊ 180 ഡിഗ്രി കോസ് 180 ഡിഗ്രി എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ നമ്മുടെ ഫോർമുല വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി ഇൻറ്റു കോസ് പൈന്റെ അവിടെ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്തെന്ന് കിട്ടും? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു മൈനസ് ഓഫ് വെക്ടർ എ
മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്തത് അറിയേണ്ടത് രണ്ട് യൂണിറ്റ് വെക്ടറുകൾ തമ്മിൽ ഒരേപോലത്തെ രണ്ട് യൂണിറ്റ് വെക്ടറുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഐ ഇൻറ്റു ഐ, യൂണിറ്റ് വെക്ടർ ഐ ഇൻറ്റു ഐ എന്ന് പറയുന്നത് 1 ആണ്. അതുപോലെ ജെ ഡോട്ട് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1 ആണ്. വെക്ടർ കെ, യൂണിറ്റ് വെക്ടർ കെ ഡോട്ട് യൂണിറ്റ് വെക്ടർ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 1 ആണ് വരാം. അതേപോലെ തന്നെയാണ് ഡിഫറെന്റ് വെക്ടേഴ്സ് തമ്മിൽ, ഇപ്പൊ സെയിം വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ 1ഉം, ഡിഫറെന്റ് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വെക്ടർ ഐ ഇൻ ഡോട്ട് യൂണിറ്റ് വെക്ടർ ജെ ഈക്വൽ ടു 0 ആണ്. ഇപ്പൊ ഐയും ജെയും രണ്ട് ഡിഫറെന്റ് യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. ആ ഡിഫറെന്റ് യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ 0 ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ തന്നെയാണ് ജെ ഡോട്ട് കെ. ജെ ഒരു യൂണിറ്റ് വെക്ടർ ആണ്, കെ എന്ന് പറയുന്നത് വേറൊരു യൂണിറ്റ് വെക്ടർ ആണ്. അപ്പൊ ഈ ജെയും കെയും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന വാല്യൂ 0. അതുപോലെ വെക്ടർ കെ ഡോട്ട് ഐ ഈക്വൽ ടു 0. അപ്പൊ സെയിം വെക്ടേഴ്സ്, യൂണിറ്റ് വെക്ടേഴ്സുകൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണുമ്പോൾ 1ഉം, ഡിഫറെന്റ് യൂണിറ്റ് വെക്ടേഴ്സുകൾ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 0 ആയിരിക്കും കിട്ടുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Next, the angle between two non-zero vectors, vector A and vector B is given by. അതായത് രണ്ട് വെക്ടേഴ്സ്, വെക്ടർ എയും മറ്റൊരു വെക്ടർ ബിയും എടുത്തു കഴിഞ്ഞാൽ ആ വെക്ടർ എയിന്റെയും വെക്ടർ ബിന്റെയും ഇടയിലുള്ള ആംഗിൾ, നമ്മൾ പറഞ്ഞു ആ ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്തത്. ഇപ്പൊ ഇതൊരു വെക്ടർ ആണ്, ഇത് വെക്ടർ എ ആണ്, ഇത് വേറൊരു വെക്ടർ, ഇത് വെക്ടർ ബി ആണെന്ന് കൺസിഡർ ചെയ്താൽ ഈ വെക്ടർ എന്റെയും വെക്ടർ ബിന്റെയും ഇടയിലുള്ള ഈ ആംഗിൾ ആണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ തീറ്റയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾക്കൊരു ഫോർമുലയുണ്ട്. അതാണ് കോസ് തീറ്റ ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഓൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ഇതാണ് ഫോർമുല. ഇതിൽ നമുക്ക് കോസ് തീറ്റ ഈക്വൽ ടു 1 ആണ്. നമ്മൾ തീറ്റ ഈക്വൽ ടു എഴുതുന്ന സമയത്ത് കോസ് ഇൻവേഴ്സ് ഓഫ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഓൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ഇതാണ് തീറ്റയുടെ ഫോർമുല. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ വെക്ടർ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് രണ്ട് വെക്ടേഴ്സ് തരാന്ന് വിചാരിക്കുക. ഒരു വെക്ടർ ഇത് വെക്ടർ എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്. A1 i ക്യാപ്പ് പ്ലസ് A2 j ക്യാപ്പ് പ്ലസ് A3 k ക്യാപ്പ് എന്ന് പറയുന്ന ഒരു വെക്ടർ നമുക്ക് തന്നിട്ടുണ്ട്. അതേപോലെ B1 i ക്യാപ്പ് പ്ലസ് B2 j ക്യാപ്പ് പ്ലസ് B3 k ക്യാപ്പ് എന്ന് പറയുന്ന വേറൊരു ബി വെക്ടറും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് വെക്ടർ എയും തന്നിട്ടുണ്ട്, വെക്ടർ ബിയും തന്നിട്ടുണ്ട്. ഈ വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് കാണുന്നത് യൂണിറ്റ് വെക്ടേഴ്സ്, ഒരേപോലെയുള്ള യൂണിറ്റ് വെക്ടേഴ്സിന്റെ കോഎഫിഷ്യൻസിന്റെ മൾട്ടിപ്പിൾസ് എടുത്തിട്ടാണ്. അപ്പൊ ഇവിടെ A1 ഇൻറ്റു B1 പ്ലസ് A2 ഇൻറ്റു B2 പ്ലസ് A3 ഇൻറ്റു B3 ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ എയും വെക്ടർ ബിയും തമ്മിലുള്ള ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. നമുക്ക് ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്.
ഫൈൻഡ് ദ ആംഗിൾ തീറ്റ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. അപ്പൊ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് വെക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വെക്ടർ എയും തന്നിട്ടുണ്ട്, വെക്ടർ ബിയും തന്നിട്ടുണ്ട്. അതിൽ വെക്ടർ എ നമുക്ക് തന്നിരിക്കുന്നത് ഐ ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് മൈനസ് കെ ക്യാപ്പ്. അതാണ് വെക്ടർ എ എന്ന് പറയുന്നത്. വെക്ടർ ബി നമുക്ക് തന്നിരിക്കുന്നത് ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് പ്ലസ് കെ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് വെക്ടർ ബിയും തന്നിട്ടുണ്ട്. ഇതിന്റെ ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, കോസ് തീറ്റാസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഹോൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഇക്വേഷനിൽ വേണ്ട കാര്യങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. ആദ്യം നമുക്ക് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി കണ്ടുപിടിക്കാം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി അതെങ്ങനെ കാണാം? ഇവിടത്തെ ഐന്റെയും ഇവിടത്തെ ഐന്റെയും വെക്ടർ എന്റെയും വെക്ടർ ബിന്റെയും ഐ ക്യാപ്പിന്റെ കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഇവിടെ എ വെക്ടറിന്റെ ഐന്റെ കോഎഫിഷ്യന്റ് 1 ആണ് ഇവിടെ വരാം, ഇവിടെയും 1 ആണ്. അപ്പൊ 1 ഇൻറ്റു 1 1 വരും. പ്ലസ് അടുത്തത് ജെയുടെ കോഎഫിഷ്യന്റ് വെക്ടർ എയിൽ 1 ആണ്, ഇവിടെ -1 ആണ്. അപ്പൊ 1 ഇൻറ്റു -1 -1 എന്ന് കിട്ടും. പ്ലസ് നെക്സ്റ്റ് കെയുടെ കോഎഫിഷ്യന്റ് -1ഉം വെക്ടർ ബിയിൽ കെയുടെ കോഎഫിഷ്യന്റ് +1 ആണ്. അപ്പൊ 1 ഇൻറ്റു -1 ചെയ്യുമ്പോൾ -1 എന്ന് കിട്ടും. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ഉം 1ഉം ക്യാൻസൽ ചെയ്ത് പോയി 1 - 1 0, പിന്നെ 0 + -1 എന്തെന്ന് കിട്ടും? -1 എന്ന് കിട്ടും. അപ്പൊ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടി? -1 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. വെക്ടർ എ എന്ന് പറയുന്നതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കാൻ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് വെക്ടർ എ എടുക്കുക, ഐന്റെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ. അപ്പൊ ഐന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, അപ്പൊ 1 സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, അപ്പൊ 1 സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് -1 ആണ്, അപ്പൊ -1 സ്ക്വയർ. 1 സ്ക്വയർ 1 പ്ലസ് 1 സ്ക്വയർ 1 പ്ലസ് -1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും -1 ഇൻറ്റു -1 1 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ആൻസർ √3 എന്ന് കിട്ടും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്നത് √3 എന്ന് കിട്ടി. ഇനി നമ്മൾ വെക്ടർ ബി, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി കണ്ടുപിടിക്കണം. മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി, വെക്ടർ ബിയുടെയും ഇതേപോലെ ഐന്റെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസിന്റെ സ്ക്വയർ എടുക്കാം. അപ്പൊ ഇവിടെ ഐന്റെ കോഎഫിഷ്യന്റ് വെക്ടർ ബിയിൽ 1 ആണ്, അപ്പൊ 1 സ്ക്വയർ പ്ലസ് ജെയുടെ കോഎഫിഷ്യന്റ് -1 ആണ് വരുന്നത്, അപ്പൊ -1 സ്ക്വയർ പ്ലസ് കെയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, അപ്പൊ 1 സ്ക്വയർ. അപ്പൊ 1 സ്ക്വയർ 1 + 1 + 1 സ്ക്വയർ എടുക്കുമ്പോൾ ആൻസർ √3 എന്ന് കിട്ടും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എയും √3 ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബിയും നമുക്ക് കിട്ടിയത് √3 ആണ്. അപ്പൊ നമ്മുടെ ഈ ഇക്വേഷനിൽ നമുക്ക് എല്ലാം ആയി. അപ്പൊ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് -1 ആണ്, ഡിവൈഡഡ് ബൈ വെക്ടർ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ √3 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ ബി അത് √3 കോസ് തീറ്റാസ് ഈക്വൽ ടു ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കോസ് തീറ്റാസ് ഈക്വൽ ടു -1 ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ വെറും 3 ആണ്. അപ്പൊ നമുക്ക് കോസ് തീറ്റാസ് ഈക്വൽ ടു -1/3 എന്ന് കിട്ടും. നമുക്ക് ആംഗിൾ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തീറ്റാസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/3. ഇവിടെ വെച്ച് ഇൻവേഴ്സിന് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. തീറ്റാസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് -1/3. ഇങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത്. രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആംഗിൾ കണ്ടുപിടിക്കാൻ. ഇവിടെ നമുക്ക് വേറൊരു പ്രോബ്ലം തന്നിട്ടുണ്ട്. അതായത് വെക്ടർ എയും വെക്ടർ ബിയും അങ്ങനെ രണ്ട് നമുക്ക് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്.
then show that the vectors a plus b and a minus b are perpendicular. അതായത് നമ്മൾ വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കാനല്ല പറഞ്ഞത്. അങ്ങനെ കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വെക്ടർ എയുടെയും വെക്ടർ ബിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയാൽ മതി. ഇവിടെ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബിന്റെയും വെക്ടർ എ മൈനസ് വെക്ടർ ബിന്റെയും പെർപെൻഡിക്കുലർ കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആണെന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അത് പെർപെൻഡിക്കുലർ, അത് വെക്ടർ എ പ്ലസ് വെക്ടർ ബിയും വെക്ടർ എ മൈനസ് വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടും. അപ്പോ നമ്മൾ അതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ടത്, നമ്മൾ കാണേണ്ടത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഇസ് ഈക്വൽ ടു 0 എന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് കിട്ടും. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ വെക്ടർ എ പ്ലസ് വെക്ടർ ബി കണ്ടുപിടിക്കണം. അപ്പൊ എയും ബിയും കൂട്ടാണ് വേണ്ടത്. വെക്ടർ എയും വെക്ടർ ബിയും ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ഐന്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുക, ജെയുടെയും കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ ഇവിടെ 5, ഇവിടെ 1, 5 പ്ലസ് 1 6. അപ്പൊ 6 ഐ ക്യാപ്പ് പ്ലസ് ഇവിടെ -1j ആണ്, ഇവിടെ +3j ആണ്. -1 + 3 2j, -3 ഇവിടെ +-5 അപ്പൊ -8 ക്യാപ്പ്. ഇതാണ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത്. 6 ഐ ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് 8 കെ ക്യാപ്പ്. ഇനി നമ്മള് വെക്ടർ എ മൈനസ് വെക്ടർ ബി കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് എ പ്ലസ് ബി കിട്ടി. ഇനി വെക്ടർ എ മൈനസ് വെക്ടർ ബി. അപ്പൊ ഇതേപോലെ ഐന്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ മൈനസ് ചെയ്യുക, ജെയുടെയും കോഎഫിഷ്യൻസ് മൈനസ് ചെയ്യുക, കെയുടെയും കോഎഫിഷ്യൻസ് തമ്മിൽ മൈനസ് ചെയ്യുക. അപ്പൊ 5 ഇവിടെ ഐന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അപ്പൊ 5 - 1 4 ഐ ക്യാപ്പ്. ഇവിടെ -j ആണ്, അപ്പൊ -1 ആണ്. -3 അപ്പൊ നമുക്ക് ചെയ്യുമ്പോൾ -4 j ക്യാപ്പ് എന്ന് കിട്ടും. -1 -3. നെക്സ്റ്റ് -3 -5 -3 ആണ് വെക്ടർ എന്റെ കെയുടെ കോഎഫിഷ്യന്റ്. മൈനസ് അടുത്തത് കെയുടെ വെക്ടർ ബിയുടെ കെന്റെ കോഎഫിഷ്യന്റ് -5 ആണ്. അപ്പൊ ഈ അടുപ്പിച്ച് 2 മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആയിട്ട് -3 + 5 എന്ന് കിട്ടും. ആൻസർ 2 എന്ന് കിട്ടും. +2j k ക്യാപ്പ്. ഇനി ഈ രണ്ട് വെക്ടേഴ്സിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് കണ്ടാൽ മതി. അപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി, ഇതിന്റെ ഡോട്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഐന്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 4 പ്ലസ് 2 × -4 പ്ലസ് -8 × 2. 6 × 4 24 minus 2 × 4 8 plus -8 × 2 -16. അപ്പൊ -16ഉം -8ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -24 എന്ന് കിട്ടും. അപ്പൊ 24 - 24 0 എന്ന് കിട്ടി. അപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഇൻറ്റു ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ പഠിച്ച കാര്യമാണ് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പൊ 0 കിട്ടിയത് കൊണ്ട് നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും പെർപെൻഡിക്കുലർ ആണെന്ന് പറയാം. നെക്സ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. ഡോട്ട് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് പറയുന്നത്. വെക്ടർ എ ഡോട്ട്
ബി വെക്റ്റർ പ്ലസ് സി വെക്റ്റർ, നമ്മൾ കമ്മ്യൂട്ടേറ്റീവും ഇവിടെ ലോസ് ആണ് വരുന്നത്, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് വരുന്നത്. അത് വെക്റ്റർ എ ഇൻറ്റു വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി എന്ന് പറയണത് ആ വെക്റ്റർ എനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ സി എന്ന് കിട്ടും. നെക്സ്റ്റ് നമ്മളൊരു സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ലാംഡ എന്ന് പറഞ്ഞിട്ടൊരു കോൺസ്റ്റന്റ് എടുത്തു. അപ്പൊ ലാംഡ ഇൻറ്റു എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ എന്ന് പറയുന്നത് ലാംഡ എ വെക്റ്റർ ഡോട്ട് ബി വെക്റ്റർ ഈക്വൽ ടു ലാംഡ നമ്മൾ പുറത്തെടുത്ത വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി, അല്ലെങ്കിൽ നമുക്ക് വെക്റ്റർ എനെ മാത്രം പുറത്തെടുത്തിട്ട് ഡോട്ട് ലാംഡ ബി വെക്റ്റർ എന്ന് എഴുതാം. പ്രോപ്പർട്ടി ഇത് ഡോട്ട് പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടി നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. നെക്സ്റ്റ് വൺ ആണ് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ഓൺ എ ലൈൻ. പ്രൊജക്ഷന്റെ കേസാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പൊ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ടൈപ്പിലാണ് നമുക്കുള്ളത്. അതില് ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രൊജക്ഷൻ വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ. ഇപ്പൊ വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ, ബിയിൽ നിന്ന് എയിലോട്ട് പതിക്കുന്നതിന്റെ കാര്യമാണ് ഒന്നാമത്തെ കേസ് പറയുന്നത്. അപ്പൊ പ്രൊജക്ഷൻ ഇതിന്റെ ഫിഗർ വരാ, ഇതാണ് നമ്മുടെ വെക്റ്റർ എ എങ്കിൽ ഇതാണ് നമ്മുടെ വെക്റ്റർ ബി എന്ന് പറയുന്നത്. അപ്പൊ ഈ ബി എന്ന് പറയണത് ഇങ്ങോട്ട് എയിൽ വന്ന് പതിക്കുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഇതിന് എന്തെന്ന് പറയാ, വെക്റ്റർ ബി ഓൺ വെക്റ്റർ എ എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ വന്നിട്ട് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഡിവൈഡഡ് ബൈ ഏതിലാണോ വന്ന് ഫോളോ ചെയ്യുന്നത് വെക്റ്റർ എയിലല്ലേ, അപ്പോൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ. ഇതാണ് പ്രൊജക്ഷൻ ഫസ്റ്റത്തെ ഇക്വേഷൻ. പ്രൊജക്ഷൻ വെക്റ്റർ ബി ഓൺ വെക്റ്റർ എന്റെ ഫോർമുലയാണ് ഇത്. ഇനി നെക്സ്റ്റ് വൺ പ്രൊജക്ഷൻ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി. അത് ചോദിച്ചു കഴിഞ്ഞാൽ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഓൾ ഡിവൈഡഡ് ബൈ ബിയിലല്ലേ ഫോളോ ചെയ്യുന്നത്, അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. ഇതാണ് പ്രൊജക്ഷൻ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്കിനി ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാൻ അറിയണം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഫൈൻഡ് ദ പ്രൊജക്ഷൻ ഓഫ് ദി വെക്റ്റർ. ഒരു വെക്റ്റർ തന്നിട്ടുണ്ട്. വെക്റ്റർ എ is equal to 2i cap plus 3j cap plus 2k cap ഓൺ ദ വെക്റ്റർ. അതുപോലെ വെക്റ്റർ ബി തന്നിട്ടുണ്ട് i cap പ്ലസ് 2j cap പ്ലസ് k cap. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം വെക്റ്റർ എ ഓൺ വെക്റ്റർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ഓൾ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. ഇനി നമ്മൾ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ആണ് കാണേണ്ടത്. അപ്പൊ ഇവിടെ രണ്ട് നമുക്ക് വെക്റ്റർ എ നമുക്ക് തന്നിരിക്കുന്നത് 2i cap പ്ലസ് 3j cap പ്ലസ് 2k cap ആണ് തന്നിരിക്കുന്നത്. അതുപോലെ വെക്റ്റർ ബി നമുക്ക് തന്നിരിക്കുന്നത് i cap പ്ലസ് 2j cap പ്ലസ് k cap ആണ് തന്നിരിക്കുന്നത്. രണ്ട് വെക്റ്റേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഇനി കണ്ടുപിടിക്കേണ്ടത് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി കാണാം. അപ്പൊ ഐന്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 2 into 1 2 പ്ലസ് 3 into 2 3 into 2 ചെയ്യണ സമയത്ത് 6 എന്ന് കിട്ടും. ഇവിടെ 2 into 1 ആണ് ചെയ്തത്. അടുത്ത് ഇവിടെ 2 into 1 ചെയ്യണ സമയത്ത് പിന്നെയും 2 എന്ന് കിട്ടും.
അപ്പൊ 2 + 6 8 8 + 2 = 10 എന്ന് കിട്ടി. ഇനി നമ്മൾ അടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ആണ് കണ്ടിരിക്കുന്നത്. അപ്പൊ വെക്റ്റർ ബിന്റെ മാഗ്നിറ്റ്യൂഡ് 1² + 2² + 1², അതായത് ഐന്റെയും ജെയുടെയും കെയുടെയും കോയിഫിഷ്യൻസിന്റെ സ്ക്വയർ എടുക്കാം. അപ്പൊ 1² 1, 2² 4, 1² പിന്നെയും 1. അപ്പൊ റൂട്ട് നമുക്ക് ചെയ്യുന്ന സമയത്ത് √6 എന്ന് കിട്ടും. ഇനി നമുക്ക് √6ന് റൂട്ട് ഇല്ല. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 10 ആണ്, ഡിവൈഡഡ് ബൈ √6. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഈ പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കണോ? അപ്പൊ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് സ്കേലാർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഡോട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോണത് വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റ്. അപ്പൊ നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റിനെ കുറിച്ചും പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ, ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ചും പഠിക്കാനുണ്ട്. അപ്പൊ സ്കേലാർ ഓർ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ പഠിച്ചു, വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി. ഇനി നമ്മൾ പഠിക്കുന്നത് വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ വെക്റ്റർ ഓർ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിന്റെ ഫോർമുല വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി = മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി സൈൻ തീറ്റ. അതാണ് നമ്മൾ മറ്റേതിൽ പഠിച്ചത്. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി = മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ഇൻറ്റു കോസ് തീറ്റയായിരുന്നു. ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റിലോട്ട് വരുന്ന സമയത്ത് അത് ക്രോസ് പ്രൊഡക്റ്റിലോട്ട് വരുന്ന സമയത്ത് അത് സൈൻ തീറ്റയായിട്ട് മാറി. അപ്പൊ ഇതാണ് നമ്മുടെ ഫോർമുല വരുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് കാണാൻ നമ്മൾ പറഞ്ഞു ഐന്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ജെയുടെയും കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, കെയുടെയും കോഎഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഡോട്ട് പ്രൊഡക്റ്റ് കിട്ടും. ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ കാണുന്നത് ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോ നമുക്ക് ആദ്യത്തെ ഒരു വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. വെക്റ്റർ എ എന്ന് പറയുന്നത് a1 i cap plus a2 j cap plus a3 k cap ആണ്. ഇനി രണ്ടാമത്തെ വെക്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്, വെക്റ്റർ ബി നമുക്ക് തന്നിട്ടുണ്ട്. അത് b1 i cap plus b2 j cap plus b3 k cap ആണ്. ഇനി വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി, അതായത് അത് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടാണ്. i j k എഴുതാം. a1 a2 a3 എന്ന് പറയുന്നത് ഒന്നാമത്തെ വെക്ടറിന്റെ, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഫസ്റ്റത്തെ വെക്ടറിന്റെ ഐന്റെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് ആണ് എഴുതേണ്ടത്. ഇനി b1 b2 b3 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന രണ്ടാമത്തെ വെക്ടറിന്റെ ഐന്റെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യൻസ് ആണ് b1 b2 b3 എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് കാണേണ്ടത്. അപ്പൊ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഐ നമ്മൾ എടുക്കുക. ഐ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ കോളവും ഫസ്റ്റത്തെ റോയും ഫസ്റ്റത്തെ കോളവും നമ്മൾ ക്യാൻസൽ ചെയ്താൽ ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് a2 a3 b2 b3. ആദ്യത്തെ പോസിറ്റീവ് ആയിരുന്നു, പിന്നെ നെഗറ്റീവ് ജെ എഴുതുക. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ജെ ഉള്ള റോയും ജെ ഉള്ള കോളവും കട്ട് ചെയ്യുക. ജെ ഉള്ള റോയ് കട്ട് ചെയ്തു, ജെ ഉള്ള കോളം നമ്മൾ കട്ട് ചെയ്തു. ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കാണാം a1 a3 b1 b3. അടുത്തത് പ്ലസ് കെ നമ്മൾ എടുക്കുക. അപ്പൊ ഇതേപോലെ നമ്മൾ കെ എടുക്കുന്ന സമയത്ത് കെ ഉള്ള റോയും കെ ഉള്ള കോളവും കട്ട് ചെയ്യുക. അപ്പൊ കെ ഉള്ള റോ ഫസ്റ്റത്തെ റോ, കെ ഉള്ള കോളം മൂന്നാമത്തെ കോളം, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റർമിനന്റ് a1 a2 b1 b2 എന്ന് കിട്ടും. ഇനി നമ്മൾ
ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഐ നമ്മൾ എഴുതുക, ബ്രാക്കറ്റിന്റെ ഉള്ളില് ഇത് ക്രോസ് ആയിട്ട് ഇൻഡ്യൂസ് ചെയ്യുക. അപ്പൊ A2B3 മൈനസ് A3, ഇനി ഇത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, A3B2 ഫസ്റ്റത്തെ മൈനസ് ജെ എഴുതാ, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് A1B3 മൈനസ് A3B1 പ്ലസ്, ഇനി നമ്മൾ കെ ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്രാക്കറ്റിന്റെ ഉള്ളില് കെന്റെ ചെയ്യണ സമയത്ത് A1B2 മൈനസ് A2B1. ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. അപ്പോ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിറ്റർമിനന്റ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മുടെ മൈൻഡിൽ വരണം. ഇനി നമ്മള് പ്രോപ്പർട്ടീസ്, സ്കേലാർ പ്രൊഡക്റ്റിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ചതുപോലെ തന്നെ നമുക്ക് വെക്റ്റർ പ്രൊഡക്റ്റിന്റെയും പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. അതിൽ ആദ്യത്തേതാണ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് ഈസ് എ വെക്റ്റർ. അതായത് വെക്റ്റർ എന്റെയും വെക്റ്റർ ബിന്റെയും ക്രോസ് പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ അതെന്താണത്? ഒരു വെക്റ്റർ ആണ്. അതേപോലെ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ വെക്റ്റർ എയും വെക്റ്റർ ബിയും അത് പാരലൽ ആയിരിക്കും. നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റില് പഠിച്ചിട്ടുണ്ടായിരുന്നു, വെക്റ്റർ എയും വെക്റ്റർ ബിന്റെയും ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയി കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആണ്, അതായത് ആംഗിൾ 90 ഡിഗ്രി ആണ്. എന്നാൽ ക്രോസ് പ്രൊഡക്റ്റിന്റെ കേസിൽ വെക്റ്റർ എയും വെക്റ്റർ ബിയും പെർപെൻഡിക്കുലർ ആയിട്ട് പാരലൽ ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ഈക്വൽ ടു 0. ഇനി തീറ്റ ഈക്വൽ ടു π/2, അതായത് തീറ്റ 90 ഡിഗ്രി ആവാണെങ്കിൽ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറയുന്നത് ഈക്വൽ ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി. അപ്പൊ തീറ്റ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ ഫോർമുല വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ ബി ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, നമ്മൾ അവിടെ സെയിം ഡോട്ട് പ്രൊഡക്റ്റുകൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് 1ഉം, അല്ല ഡോട്ട് പ്രൊഡക്റ്റ് സെയിം ആണെന്നുണ്ടെങ്കിൽ 1ഉം, ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ 0 എന്നും പഠിച്ചു. പക്ഷെ ഇവിടുത്തെ കേസിൽ സെയിം ഡോട്ട് പ്രൊഡക്റ്റുകൾ തമ്മിൽ, സെയിം യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിൽ ക്രോസ് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഐ ക്രോസ് ഐ ഇസ് ഈക്വൽ ടു 0 ആണ്. അതേപോലെ സെയിം ജെ ക്രോസ് ജെ ഇസ് ഈക്വൽ ടു 0. വെക്റ്റർ കെ, യൂണിറ്റ് വെക്റ്റർ കെ ക്രോസ് കെ ഇസ് ഈക്വൽ ടു 0. ഡോട്ട് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യൂണിറ്റ് വെക്റ്റർ ഐ ഡോട്ട് യൂണിറ്റ് വെക്റ്റർ ഐ ഇസ് ഈക്വൽ ടു 1. അതുപോലെ യൂണിറ്റ് വെക്റ്റർ ജെ ഡോട്ട് ജെ ഇസ് ഈക്വൽ ടു 1. അതുപോലെ കെ ഡോട്ട് കെ ഇസ് ഈക്വൽ ടു 1. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും തമ്മിലുള്ള ഡിഫറൻറ്റ്. ഇനി നെക്സ്റ്റ് കേസ് ഇവിടെ നമുക്ക് യൂണിറ്റ് വെക്റ്റർ ഐ ജെ കെ തന്നിട്ടുണ്ട്. ഇത് ക്ലോക്ക് വൈസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഐ ടു ജെ ആണെന്നുണ്ടെങ്കിൽ, അതായത് യൂണിറ്റ് വെക്റ്റർ ഐ ക്രോസ് ജെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് കെ ആയിരിക്കും. അപ്പൊ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അടുത്തത് ഇനി ജെ ക്രോസ് കെ ആണെന്നുണ്ടെങ്കിൽ, ജെ ക്രോസ് കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് യൂണിറ്റ് വെക്റ്റർ ഐ ആയിരിക്കും. ഇനി അടുത്തത് കെ ക്രോസ്, യൂണിറ്റ് വെക്റ്റർ കെ ക്രോസ് ഐ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് ജെ യൂണിറ്റ് വെക്റ്റർ
ജെ ആയിരിക്കും. ഇത് പഠിക്കാനുള്ള എളുപ്പ പണിയാണ് ഇത് കേട്ടോ. ഇനി നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കാൻ ഡോട്ട് പ്രൊഡക്റ്റിൽ പഠിച്ചതുപോലെ തന്നെ ആംഗിൾ കണ്ടുപിടിക്കാൻ ക്രോസ് പ്രൊഡക്റ്റിലും ഉണ്ട്. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റിൽ ആംഗിൾ കണ്ടുപിടിക്കാൻ സൈൻ തീറ്റ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി all divided by magnitude of vector A into magnitude of vector B. ഇതാണ് ഇക്വേഷൻ. എന്ത്? ആംഗിൾ കണ്ടുപിടിക്കാൻ ക്രോസ് പ്രൊഡക്റ്റില്. അതുപോലെ വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് വെക്ടർ ബി ക്രോസ് വെക്ടർ എ ആണ്. ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഇനി അടുത്തത് ഇപ്പൊ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഒരു ട്രിക്കിൽ നമുക്ക് പഠിക്കാൻ പറ്റും. ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ഐ ക്രോസ് ജെ ക്രോസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ ആയിരിക്കും. അത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് കെ ആയിരിക്കും. നെക്സ്റ്റ് ഐ ക്രോസ് കെ വെക്ടർ ഐ യൂണിറ്റ് വെക്ടർ ഐ ക്രോസ് യൂണിറ്റ് വെക്ടർ കെ എന്ന് പറയുന്നത് ജെ ആയിരിക്കും. ഇത് ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് മൈനസ് ഇടാം, മൈനസ് ജെ. നെക്സ്റ്റ് യൂണിറ്റ് വെക്ടർ കെ ക്രോസ് യൂണിറ്റ് വെക്ടർ കെ ക്രോസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ജെ കെ ക്രോസ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആണ് വരുന്നത്. അപ്പൊ മൈനസ് ഐ ക്യാപ്പ്. ഇത് പഠിച്ചിരിക്കണം. അത് പഠിക്കാനുള്ള ഒരു സിമ്പിൾ ട്രിക്കാണ് ഇപ്പൊ കാണിച്ചു തന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് മൈൻഡിൽ സെറ്റ് ആക്കി വെക്കുക. കാണാതെ പഠിക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ നമ്മളിങ്ങനെ ട്രിക്ക് യൂസ് ചെയ്തിട്ട് മനസ്സിലാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിൽ നിന്ന് പോവില്ല. ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്കത് മറന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ കൺഫ്യൂഷൻ വരാൻ, ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും പാടെ കൺഫ്യൂഷൻ വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. നെക്സ്റ്റ് നമുക്കൊരു പ്രോബ്ലം ആണ്. ഫൈൻഡ് എ യൂണിറ്റ് വെക്ടർ perpendicular to each of the vectors vector a plus vector b and vector a minus vector b where vector a എന്ന് പറയുന്നത് i cap പ്ലസ് j cap പ്ലസ് k cap വെക്ടർ b എന്ന് പറയുന്നത് i cap പ്ലസ് 2j cap പ്ലസ് 3k cap അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഒന്ന് വെക്ടർ എയും തന്നിട്ടുണ്ട്, ഇനി ഒന്ന് വെക്ടർ ബിയും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെക്ടർ എ പ്ലസ് വെക്ടർ ബിന്റെയും വെക്ടർ എ മൈനസ് വെക്ടർ ബിനെയും പെർപെൻഡിക്കുലർ ആണെന്ന് കാണിക്കുകയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന വെക്ടേഴ്സിന്റെ വെക്ടർ എ പ്ലസ് വെക്ടർ ബി കണ്ടുപിടിക്കുക. വെക്ടർ എ പ്ലസ് വെക്ടർ ബി അത് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടാം ഇവിടെ ഐന്റെയും കോഎഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ ഐന്റെ കോഎഫിഷ്യന്റ് വെക്ടർ എയിൽ 1 ആണ്, ബിയില് 1 ആണ്. അപ്പൊ 2 എന്ന് കിട്ടും. 1 + 1 2 i ക്യാപ്പ് പ്ലസ് ഇവിടെ ജെയുടെ 1 ആണ്, അവിടെയും ജെയുടെ 2 ആണ്. അപ്പൊ 1 + 2 3j ക്യാപ്പ് പ്ലസ് ഇവിടെ കെയുടെ കോഎഫിഷ്യന്റ് 1 ആണ്, വെക്ടർ ബിയിൽ കെയുടെ കോഎഫിഷ്യന്റ് 3 ആണ്. അപ്പൊ 1 + 3 4k ക്യാപ്പ് എന്ന് കിട്ടി. അപ്പൊ വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് 2i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് പ്ലസ് 4k ക്യാപ്പ് എന്ന് കിട്ടി. ഇനി നമ്മൾ നെക്സ്റ്റ് വെക്ടർ എ മൈനസ് വെക്ടർ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ വെക്ടർ എയും
വെക്റ്റർ ബി നമ്മൾ എന്ത് ചെയ്യാ, മൈനസ് ചെയ്യാം. മൈനസ് ചെയ്യണ സമയത്ത് ഒന്നാമത്തെ വെക്റ്റർ എയുടെ കോഎഫിഷ്യന്റ്, അതിന്റെ കോഎഫിഷ്യന്റും 1 ആണ്, ബിയുടെ കോഎഫിഷ്യന്റും 1 ആണ്. അപ്പൊ 1 മൈനസ് 1 0 ഐ ക്യാപ്പ് എന്ന് കിട്ടും. പ്ലസ് അടുത്തത് ജെയും മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഐന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. അതേപോലെ വെക്റ്റർ ബിയുടെ ജെയുടെ കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ 1 മൈനസ് 2 ചെയ്യണ സമയത്ത് മൈനസ് ജെ ക്യാപ്പ് എന്ന് കിട്ടും. പ്ലസ് അടുത്തത് വെക്റ്റർ എയുടെ കോഎഫിഷ്യന്റ് കെയുടെ കോഎഫിഷ്യന്റ് 1ഉം വെക്റ്റർ ബിയുടെ കോഎഫിഷ്യന്റ് 3യുമാണ്. അപ്പൊ 1 മൈനസ് 3 ചെയ്യണ സമയത്ത് മൈനസ് 2 കെ ക്യാപ്പ് എന്നും കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് യൂണിറ്റ് വെക്റ്റർ ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് ഫൈൻഡ് ചെയ്യാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത് വെക്റ്റർ എയുടെയും വെക്റ്റർ ബിയുടെയും നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ക്രോസ് പ്രൊഡക്റ്റ് കാണാം. ക്രോസ് പ്രൊഡക്റ്റ് കാണുന്ന സമയത്ത് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബി. ഈ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ നമ്മൾ ക്രോസ് പ്രൊഡക്റ്റ് ആണ് കാണേണ്ടത്. അപ്പൊ ക്രോസ് പ്രൊഡക്റ്റ് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി ആണെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് ഐ ജെ കെ, അതുപോലെ A1 A2 A3 B1 B2 B3 ഇതാണ് ഡിറ്റർമിനന്റ് ഓഫ് വര. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ഡിറ്റർമിനന്റ് ഐ ജെ കെ. ഇനി ഇവിടെ വെക്റ്റർ എ എന്ന് പറയുന്നത് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി അത് ഒരൊറ്റ വെക്റ്ററായിട്ട് എടുത്തു കഴിഞ്ഞാൽ 2 3 4. ഇനി രണ്ടാമത്തെ കേസിൽ വെക്റ്റർ എ മൈനസ് വെക്റ്റർ ബിന്റെ കേസിൽ നമ്മൾ 0 മൈനസ് 1 മൈനസ് 2 ഇതാണ് വരാം. ഇനി നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. അപ്പൊ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഐ ജെ കെ. നമ്മൾ ഈ വെക്റ്റർ ഒന്നുകൂടെ എഴുതുന്നുണ്ട്. 2 3 4 0 മൈനസ് 1 മൈനസ് 2 ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന സമയത്ത് ഐ നമ്മൾ എഴുതാം. ഇനി ഐ വരുന്ന ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കട്ട് ചെയ്യാം. ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ചെയ്താ അപ്പൊ 3 4 മൈനസ് 1 മൈനസ് 2 എന്ന് കിട്ടും. മൈനസ് ഇനി ജെ എഴുതാം. ആ ജെ വരുന്ന റോയും ജെ വരുന്ന കോളവും കട്ട് ചെയ്യാം. ജെ വരുന്ന റോ ജെ വരുന്ന റോ ഇതാണ്, ജെ വരുന്ന കോളം ഇതാണ്. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് 2 4 0 മൈനസ് 2 എന്ന് കിട്ടും. പ്ലസ് കെ. അപ്പൊ കെ വരുന്ന റോയും കെ വരുന്ന കോളവും കട്ട് ചെയ്യാം. കെ വരുന്ന റോ ഇതാണ്, കെ വരുന്ന കോളം ഇതാണ്. അപ്പൊ ബാക്കി കട്ട് ചെയ്യാത്തത് 2 3 0 മൈനസ് 1. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഐ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ 3 ഇൻറ്റു മൈനസ് 2 ചെയ്യുമ്പോൾ മൈനസ് 6 കിട്ടും. മൈനസ് 1 ഇൻറ്റു 4 ചെയ്യണ സമയത്ത് മൈനസ് 4 എന്ന് കിട്ടും. മൈനസ് ജെ ഇൻറ്റു 2 ഇൻറ്റു 2 മൈനസ് 4 മൈനസ് 0 ഇൻറ്റു 4 0 പ്ലസ് കെ ഇൻറ്റു 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 പ്ലസ് 0 ഇൻറ്റു
0 ഇൻറ്റു 3 0 എന്ന് കിട്ടും. -6 + 4 ചെയ്യുമ്പോൾ -2 എന്ന് കിട്ടും. -2 i ക്യാപ്പ്. അതുപോലെ ഇവിടെ -j ഉണ്ട്, ഇവിടെ -4 ഉണ്ട്. മൈനസും മൈനസും കൂടെ +4j ക്യാപ്പ്. പിന്നെ ഇവിടെ -2 ഉണ്ട്, ഇവിടെ k ഉണ്ട്. അപ്പൊ -2k ക്യാപ്പ്. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ യൂണിറ്റ് ക്രോസ് പ്രൊഡക്റ്റിന്റെ. അടുത്തത് പാരലലോഗ്രാമിന്റെയും അതുപോലെ ട്രയാങ്കിളിന്റെയും ഇക്വേഷൻ ആണ്. ഇഫ് വെക്ടർ എ ആൻഡ് വെക്ടർ ബി represented the adjacent side of the triangle, then its area is. അപ്പൊ ഒരു ട്രയാങ്കിൾ നമുക്ക് തരാണ്. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ. ഇത് നമ്മുടെ വെക്ടർ എയും ഇത് നമ്മുടെ വെക്ടർ ബിയും ആണെന്നുണ്ടെങ്കിൽ ഈ വെക്ടർ എക്കും വെക്ടർ ബിയുടെയും ഏരിയ, അഡ്ജസന്റ് സൈഡ്സിന്റെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ്. അതേപോലെ പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ്. പാരലലോഗ്രാം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതാണ് നമ്മുടെ പാരലലോഗ്രാമിന്റെ ഫിഗർ. ഇതാണ് നമ്മുടെ വെക്ടർ എ എങ്കിൽ ഇതും വെക്ടർ എ തന്നെയായിരിക്കും. ഇത് നമ്മൾ വെക്ടർ ബി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തെ സൈഡും ഇതും വെക്ടർ ബി ആയിരിക്കും. അപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് പാരലലോഗ്രാം കിട്ടും. ഇനി നമുക്ക് അത് വെച്ച് സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ്. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ പാരലലോഗ്രാം whose adjacent sides are given by the vectors. അപ്പൊ രണ്ട് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പാരലലോഗ്രാമിന്റെ ഏരിയ ആണ്. അപ്പൊ നമുക്ക് പാരലലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല അറിയാം. വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ്. ഇവിടെ നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്രോസ് കണ്ടുപിടിക്കാൻ വെക്ടർ എ ക്രോസ് വെക്ടർ ബി കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയാം. മോഡുലസ് ഡിറ്റർമിനന്റ് i j k. പിന്നെ വെക്ടർ എന്റെ കോഎഫിഷ്യൻസ് 3 1 4. വെക്ടർ ബിന്റെ കോഎഫിഷ്യന്റ് 1 -1 1. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. i എടുക്കുക, ഡിറ്റർമിനന്റ് ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കട്ട് ചെയ്യുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 4 -1 1 എന്ന് കിട്ടും. 1 4 -1 1 എന്ന് കിട്ടും. മൈനസ് ജെ എഴുതാം. ജെ വരുന്ന റോയും ജെ വരുന്ന കോളവും കട്ട് ചെയ്യുക. ജെ വരുന്ന റോയും ജെ വരുന്ന കോളവും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 4 1 1 എന്ന് കിട്ടും. കട്ട് ചെയ്യാത്തത് 3 4 1 1 പ്ലസ് ഇനി കെ ആണ് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കെ വരുന്ന റോയും കെ വരുന്ന കോളവും കട്ട് ചെയ്താൽ 3 1 1 -1 എന്ന് കിട്ടും. ഇനി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ ആയി i ഇൻറ്റു 1 × 1 1 മൈനസ് 1 × 4 -4 മൈനസ് j ഇൻറ്റു 3 × 1 3 -1 × 4 4 പ്ലസ് k ഇൻറ്റു 3 × -1 -3 -1 × 1 1. 1 അടുപ്പിച്ച് 2 -1 പ്ലസ് ആവും. അപ്പോൾ 1 + 4 5. അപ്പോൾ 5 i ക്യാപ്പ്. 3 -4 ചെയ്യുന്ന സമയത്ത് -1 ആണ് വരിക. അപ്പൊ -1ഉം ഈ മൈനസും പ്ലസ് ആവും. അപ്പൊ പ്ലസ് j ക്യാപ്പ്. -3 -1 -4 ആണ്. അപ്പൊ -4 k ക്യാപ്പ്. അപ്പൊ നമ്മുടെ ഫൈനൽ ആൻസർ ഏരിയ ഓഫ് ദി പാരലലോഗ്രാം എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ്
വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി എന്ന് പറയുന്നത് 5i ക്യാപ്പ് പ്ലസ് ജെ ക്യാപ്പ് മൈനസ് 4k ക്യാപ്പ് ആണ് വെക്റ്റർ എ ക്രോസ് വെക്റ്റർ ബി കിട്ടിയത്. ഇനി നമ്മൾ ഈ കിട്ടിയതിന്റെ എന്ത് കണ്ടുപിടിക്കണം? മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അപ്പൊ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ 5 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് മൈനസ് 4 ഹോൾ സ്ക്വയർ, അതായത് ഐന്റെയും ജെയുടെയും കെയുടെയും കോഎഫിഷ്യന്റ് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 25 പ്ലസ് 1 പ്ലസ് 4ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ മൈനസ് 4ന്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 16. അപ്പൊ 25ഉം 16ഉം 41ഉം 42 റൂട്ട് 42 എന്ന് കിട്ടും. റൂട്ട് 42 ആണ് പാരലലോഗ്രാമിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. സോറി 42. ഇനി ഇതിൽ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഹാവിംഗ് ദി പോയിന്റ്സ്. 3 പോയിന്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ഫസ്റ്റത്തെ പോയിന്റ് 1 1 1, രണ്ടാമത്തെ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് 1 2 3, മൂന്നാമത്തെ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് 2 3 1 ആസ് ഇറ്റ്സ് വെർട്ടീസസ്. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ 3 വെർട്ടീസസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ എന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഇത് എ, ഇത് ബി, ഇത് സി. എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് 1 1 1. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് എയുടെ തന്നിരിക്കുന്നത്. ബിയുടെ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് 1 2 3 ആണ് ബിയുടെ പോയിന്റ് തന്നിരിക്കുന്നത്. സിയുടെ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത് 2 3 1 ആണ് സിയുടെ പോയിന്റ് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിന്റെ ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഹാഫ് ഇൻറ്റു വെക്റ്റർ എ ബി ക്രോസ് വെക്റ്റർ ബി സി. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഏരിയ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എ ബി വെക്റ്റർ എ ബി 2 പോയിന്റ് തന്നിട്ട് നമുക്ക് വെക്റ്റർ എ ബി കാണാൻ എ ബി വെക്റ്റർ കാണാൻ നമ്മൾ ചെയ്യേണ്ടത് എയും ബിയും 2 പോയിന്റ് ആയിട്ട് എടുക്കുക. ബിയിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റ് മൈനസ് ചെയ്യുക. അപ്പൊ 1 മൈനസ് 1 0 0 ഐ ക്യാപ്പ് പ്ലസ് 2 മൈനസ് 1 1. അപ്പൊ 1 ജെ ക്യാപ്പ് 3 മൈനസ് 1 2 കെ ക്യാപ്പ്. അപ്പൊ അതാണ് ഒന്നാമത്തെ വെക്റ്റർ. ഇനി ബി സി നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ബിയും സിയും എടുക്കുക. സിയിൽ നിന്ന് മൈനസ് ചെയ്യുക. 2 മൈനസ് 1 1. അപ്പൊ 1 ഐ ക്യാപ്പ് 3 മൈനസ് 2 പ്ലസ് ജെ ക്യാപ്പ് 1 മൈനസ് 3 മൈനസ് 2 കെ ക്യാപ്പ്. ഇനി ഇവരുടെ നമ്മൾ എന്താ പറയുക ക്രോസ് എടുക്കാണ് വേണ്ടത്. അപ്പൊ ക്രോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഐ ജെ കെ 0 1 2 1 1 മൈനസ് 2 എന്ന് കിട്ടും. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ആ കിട്ടുന്ന ഡിറ്റർമിനന്റിനെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് നമ്മുടെ എന്ത് ഫൈനൽ ആൻസർ. ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണിത്. ഇവിടെ നമ്മൾ പോയിന്റ് തരണ സമയത്ത് നമ്മൾ അതിൽ നിന്ന് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? വെക്റ്റർ ഫോമിലോട്ട് നമ്മൾ അതിനെ മാറ്റണം. വെർട്ടിസസ് തരുന്ന സമയത്ത് അതിനെ വെക്റ്റർ ഫോമിലോട്ട് കൺവെർട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാം. ആ കിട്ടിയ ആൻസറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടും.
അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ വെക്റ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പൊ രണ്ട് പാർട്ടും, ആദ്യത്തെ പാർട്ട് കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ പാർട്ട് കാണാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാവില്ല. അപ്പൊ താങ്ക് യു.